ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് കടന്നു. ഇന്നലെ കൊച്ചിൻ വിമാനത്താവളത്തിൽ നിന്ന് അവർ അമേരിക്കയ്ക്ക് പോയി. ഗിന്നസ് റെക്കോർഡ് ഇടുന്നതിന് 12,000 പേരുടെ ഭരതനാട്യം ഡാൻസ് ഒന്നിച്ച് നമ്മൾ എറണാകുളം കല്ലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയത് കണ്ടു. മൃദംഗ മിഷൻ്റെ ഡയറക്ടർ നികേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ ഏഷ്യാനെറ്റിലും കണ്ടു. ഈ പ്രശ്നം പൊതുജനങ്ങൾ മനസ്സിലാക്കിയത് ഉമാ തോമസ് MLA വീഴ്ചയോടെയാണ്. ടെമ്പററിയായി കെട്ടിയുണ്ടാക്കിയ ആ സ്റ്റേജിൽ നിന്ന് അവർ താഴെ വീഴുന്ന ദൃശ്യം നമ്മൾ കണ്ടു. അവർ ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. വീണതിന് ശേഷം അവർ അബോധാവസ്ഥയിലേക്ക് പോയി. അവർക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായി, അവർക്ക് സൈനസിൻ്റെ ഭാഗത്ത് ഇഞ്ചുറി ഉണ്ട്, റിബ്സ് ഒടിഞ്ഞു, അവരുടെ ശ്വാസകോശം ലങ്സിലും പ്രശ്നമുണ്ട്. എന്തായാലും വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് അവർക്കിപ്പോൾ ഉണ്ടായി. ഹോസ്പിറ്റൽ അധികൃതരുടെ പ്രസ് കോൺഫറൻസ് നമ്മൾ കണ്ടു. അവർക്ക് ഇപ്പം വിളിച്ചാൽ വിളി കേൾക്കും, കാലും കൈയും ചലിപ്പിക്കും, അവരുടെ കണ്ണ് തുറന്നു, അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതുന്നു. അവരുടെ വീഴ്ചയോടുകൂടിയാണ് കലൂരിൽ ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയ 12,000 പേരുടെ ഡാൻസ് വിവാദമായത്. അല്ലെങ്കിൽ ഇത് അറിയപ്പെടാതെ അങ്ങ് പോയേനെ. ഇപ്പോഴ് അതിൻ്റെ സെക്യൂരിറ്റി ലാപ്സസ്, അതിൻ്റെ പണം പോയ വഴികൾ, ദിവ്യ ഉണ്ണി അമേരിക്കയിൽ വന്നത് എന്തിന്, അവരാണ് ഈ മൃദംഗ വിഷൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു. അവർ അമേരിക്കയിൽ പോയപ്പം അവർ എത്ര രൂപ കൊണ്ട് പോയി? ഈ പ്രോഗ്രാമിന് 12,000 ഡാൻസേഴ്സ് പങ്കെടുക്കുന്ന ദിവ്യ ഉണ്ണിയുടെ നൃത്തത്തിൽ 8 മിനിറ്റ് ഡാൻസ്, പിന്നെ 10-12 മിനിറ്റ് മറ്റ് ചില പ്രോഗ്രാം. എന്നാൽ 20 മിനിറ്റിൻ്റെ പ്രോഗ്രാമാണ്. കേരളത്തിലെ ഡാൻസ് പഠിച്ചിട്ടുള്ള കുട്ടികൾ, വലിയവരും 12,000 പേര് അവിടെ ഡാൻസ് ചെയ്തു. അത് ലീഡ് ചെയ്തത് ദിവ്യ ഉണ്ണിയാണ്. അങ്ങനെ ഡാൻസ് ചെയ്യുന്നവർക്ക്, അതിൽ പങ്കെടുക്കുന്നവർക്ക് പ്രവേശന ഫീസ് 2,000 രൂപ, അവർക്ക് നീല സാരി കൊടുക്കുന്നതിനും മറ്റും 1,600 രൂപ. 3,600 രൂപയാണ് ഒരു ഡാൻസുകാരി അവിടെ കൊടുക്കേണ്ടത്. അതുകൂടാതെ കാണികൾ ഗാലറി കയറുന്നതിന് ഒരു ടിക്കറ്റിന് 140 രൂപയും, താഴെ ചെയറിൽ ഇരിക്കുന്നതിന് അവർക്ക് 390 രൂപ, അല്ലെങ്കിൽ ചെയറിലിരിക്കുന്നതിന് ഏകദേശം 300 രൂപയോളം വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സാരിയുടെ കണക്ക് നമ്മളെ ഞെട്ടിക്കും. 12,000 പേർക്ക് നീല സാരി അവർ വാങ്ങിച്ചത് 390 രൂപയ്ക്കാണ്, പക്ഷെ വിറ്റത് 1,600 രൂപയ്ക്ക്. ടിക്കറ്റ് ഏകദേശം 15,000 കൂടുതൽ ആൾക്കാർ അവിടെ കലൂർ സ്റ്റേഡിയത്തിൽ വന്നു എന്നാണ് പറയുന്നത്. അവരിൽ നിന്ന് താഴെ ഇരുന്നവരിൽ നിന്ന് 300, മുകളിൽ ഗാലറി ഇരുന്നവരിൽ നിന്ന് 140 രൂപയും വെച്ച് വാങ്ങിച്ചു. പാലാരിവട്ടം പോലീസ് ഈ ഒരു സംഭവത്തിന് ശേഷം അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ മൃദംഗ വിഷൻ ഡയറക്ടർ നികേഷ് കുമാർ 1-ാം പ്രതി, അയാളുടെ ഭാര്യ പ്രതി, CEO ട്രിവാൻഡ്രംകാരൻ ഷമീർ, മൃദംഗ വിഷൻ്റെ CEO ഷമീർ പ്രതി, നടി ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ അവർ പ്രതി. ഇവർ 4 പേരുമാണ് ഇപ്പം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അവരുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിട്ടുണ്ട് പോലീസ്. ഇപ്പം ഇതിൻ്റെ തട്ടിപ്പിൻ്റെ മേഖല എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയില്ല. ഏകദേശം ഒരു ധാരണയിൽ 4.5 കോടി രൂപ ഈ അധ്യാപകരെ നിന്നും ഡാൻസ് കളിച്ചവരെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചിലരെ നിന്ന് അവർ 4,500, 5,000 രൂപയും വാങ്ങിച്ചിട്ടുണ്ട്. എങ്കിലും അവിടെ ഒരു ഡാൻസ് കളിക്കണമെങ്കിൽ 3,600 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ ഡാൻസ് കളിക്കാൻ പറ്റൂ. ഇത് 1 വർഷത്തെ പ്രയത്നം കൊണ്ടാണ് അവരിതെല്ലാം സംഘടിപ്പിച്ചതെന്നൊക്കെ ഇന്നലെ ഏഷ്യാനെറ്റിൽ നികേഷ് കുമാർ പറയുന്നത് കേട്ടു. പക്ഷേ
ഇതിൻ്റെ ബെനിഫിഷ്യറിയാണ് ഈ പണം എവിടുന്ന് എങ്ങോട്ട് പോയി, എന്തുദ്ദേശത്തിലാണ് ഈ പണം ഇങ്ങനെ കളക്ട് ചെയ്തത്. 6-7 കോടി രൂപയുടെ ഇടപാട് നടന്നിരിക്കുന്നു. അത് 10 കോടി രൂപ വരെ നടന്നു എന്ന് പറയുന്നു. ഇതിന് സ്പോൺസേഴ്സ് ഉണ്ടോ? ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ. അവരെല്ലാം ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തവർ ചിലർക്ക് കൊട്ടേഷൻ കൊടുത്ത് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഈ കേസിനകത്ത് പ്രതിയാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനകത്ത് കലൂർ സ്വദേശി ബിജു എന്നൊരാളാണ് പരാതി കൊടുത്തിരിക്കുന്നത് പാലാരിവട്ടം പോലീസിൽ. അതിനകത്ത് സെക്യൂരിറ്റി ലാപ്സസ് ധാരാളം ഉണ്ട്. കാരണം GCDA ആ കലൂർ സ്റ്റേഡിയത്തിൻ്റെ GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള അവിടെ ഇരിക്കുന്നത് കണ്ടു. അവിടെ ഉമാ തോമസ് MLA വന്നു. സജി ചെറിയാൻ മന്ത്രി ഉണ്ടായിരുന്നു. ടെമ്പററി സ്റ്റേഡിയത്തിൽ ഒരു ADGP അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഒരു കമ്മീഷണറുണ്ട്. എന്നിട്ടും അവിടെ ഒരു ലാപ്സസ്, സെക്യൂരിറ്റി ലാപ്സസ് ഉണ്ടായി എന്നാണ് പൊതുവെ ഇപ്പം നമ്മളെല്ലാവരും പറഞ്ഞു കേൾക്കുന്നത്. പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് 2 കേസുകൾ എടുത്തിട്ടുണ്ട്. ഈ 2 കേസിലും ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ അവർ തന്ത്രപൂർവ്വം ഒരു നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തതായിരിക്കാം. അവർ ഇന്നലെ ഇവിടെ നിന്ന് അമേരിക്കയിൽ പോയി. അവർ US സ്ഥിരതാമസക്കാരിയാണ്. അവിടുന്ന് വന്നിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്തത്. അവർക്ക് അവരുടേതായ ചിലവുകളുണ്ടാവും. ചിലപ്പോൾ ഇവരുമായിട്ട് കോൺട്രാക്റ്റ് ആണോ, എത്ര കോടി രൂപ അവർ കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കിടക്കുന്നു. ഈ പണം ബാങ്കിൽ ഇപ്പം 3-3.5 കോടി രൂപയോളം ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. ബാക്കി പണം ചിലവിൽ തട്ടിക്കിഴിക്കുമായിരിക്കാം. പക്ഷേ എത്ര കോടി രൂപ ഇതിലേക്ക് വന്നു, അതിൻ്റെ ചെലവ് കണക്കുകൾ എത്ര, ആർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ്, എന്തുദ്ദേശത്തിനാണ് ഇത്രയും പണം കളക്ട് ചെയ്യുന്നത്, പബ്ലിക് മണിയാണ്, ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെടും. അതുകൊണ്ടാണ് ഇപ്പം പോലീസ് കേസെടുത്തിരിക്കുന്ന 2 എണ്ണം. ഏതായാലും ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാനായിട്ട് ഇനി താമസം എടുക്കും. അവർ അമേരിക്കയിലേക്ക് കടന്നു. അവരെ 2 കേസിലും ചോദ്യം ചെയ്യാനായിട്ട് ഇരുന്നതാണ്. ഇതിലുള്ള ഹൈ ലെവലിലെ ഒരു തട്ടിപ്പ്, അത് ഗിന്നസ് ബുക്കിൽ 12,000 ഡാൻസ് ഒന്നിച്ച് നടത്തിയ റെക്കോർഡ് ഇടാനാണ്. അത് 10,100 ചില്ലുവാനും പേരൊരു ഡാൻസ് തമിഴ്നാട് നടത്തിയിട്ടുണ്ട്. ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനാണ് ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതെന്ന് നികേഷ് കുമാർ പറഞ്ഞു. വലിയ പണച്ചെലവുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. അതിന് പണം വന്ന മാർഗങ്ങളാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എത്രത്തോളം പണം വന്നു, എത്രത്തോളം ചിലവായി, ബാക്കി എത്ര, അതാര് കൊണ്ടുപോയി, ദിവ്യ ഉണ്ണിക്ക് എത്ര രൂപ കൊടുത്തു, അവരാണ് ഇവിടുത്തെ പ്രൈം അട്രാക്ഷൻ, അവർക്കാണ്. എന്തായാലും ഇതിനെ സംബന്ധിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അവിടുത്തെ കൊച്ചിൻ കോർപ്പറേഷനിലെ അറിയിക്കാതെ, കാരണം അവിടെ ടാക്സ് കൊടുക്കണം, ഓരോ എൻട്രിക്കും ടാക്സ് വേണം. ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുമ്പോൾ കോർപ്പറേഷനിലെ റവന്യൂ വിഭാഗം അറിയാതെ ഇതെങ്ങനെ നടക്കാൻ ഒക്കും, അവരറിഞ്ഞില്ല എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ എത്രയും വിപുലമായ പരിപാടി നടത്തണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ ഫയർഫോഴ്സ് ഏജൻസി, PWD, GCDA, പോലീസ് എല്ലാവരും ഉണ്ട് അവിടെ. അപ്പം പോലീസ് അവിടെ പ്രൈവറ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി നിർവഹിക്കുന്നതിന് പോലീസിന് പണം ട്രഷറിയിൽ അടച്ചെങ്കിൽ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടച്ചെങ്കിൽ മാത്രമേ ആൾ കിട്ടുകയുള്ളൂ. 65,000 രൂപയോളം പോലീസുകാർക്ക് വേണ്ടി ഒരു ദിവസത്തെ സെക്യൂരിറ്റി ആവശ്യത്തിന് അടച്ചിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിനെ സംബന്ധിക്കുന്ന ഇനിയുള്ള അന്വേഷണം മുന്നോട്ട് പോകണം. അതിൻ്റെ ഉള്ളുകളികൾ എന്താണെന്ന് നമുക്ക് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അറിയാൻ സാധിക്കും എന്ന് കരുതുന്നു.